8 വയസ്സു മുതൽ മോസ്കിൽ പോയി തുടങ്ങിയ കുട്ടി 13 വയസ്സിൽ ഖുർആൻ മുഴുവനുമായി പഠിച്ചു തീർത്തവൻ. ഇറാനിലെ മികച്ച എഞ്ചിനീയർമാരിൽ ഒരാൾ. 22 വർഷം ഇറാന്റെ അടിച്ചമർത്തപ്പെട്ട ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ വ്യക്തി. ഒടുവിൽ ഇറാനിൽ നിന്നും പുറത്തേക്ക്. ജീവിതത്തിൽ വിവിധ വേഷങ്ങൾ അണിഞ്ഞ അദ്ദേഹം ഏറ്റവും ഒടുവിലായി ഇന്ന് സുവിശേഷ പ്രഘോഷകനായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഷാ അഹമ്മദി. ഷാ അഹമ്മദി എങ്ങനെയാണ് ക്രിസ്തുവിൽ അഭയം കണ്ടെത്തിയത്? CBN ന്യൂസിനോട് അദ്ദേഹം പങ്കുവച്ച കാര്യങ്ങൾ കേട്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ക്രിസ്തീയ വിശ്വാസത്തിന്റെ ജ്വാലയാൽ എരിയുന്ന അനുഭവം ഉണ്ടാകുന്നു. അച്ഛൻ കാരണം ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി എന്നാണ് ആ കാലത്തെക്കുറിച്ച് ഷാ പറയുന്നത്. കാരണം പിതാവാണ് ഷാ അഹമ്മദിയെ ആദ്യമായി മോസ്കിലേക്ക് കൊണ്ടുപോയത്. 5 സഹോദരിമാരും ഒരു സഹോദരനുമായിരുന്നു അദ്ദേഹത്തിന് കൂടപ്പിറപ്പുകളായി ഉണ്ടായിരുന്നത്. ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്ത് ഇസ്ലാമായി മാത്രമേ ജീവിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്ന് ഷാ ഓർമ്മിക്കുന്നുമുണ്ട്. മാത്രവുമല്ല, മകനെ 8 വയസ്സു മുതൽ ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിപ്പിച്ച പിതാവ് ഇന്ന് ക്രിസ്ത്യാനിയായിട്ടാണ് ജീവിക്കുന്നത് എന്നത് ഷായുടെ ജീവിത കഥയുടെ അനുബന്ധം. 13 വയസ്സായപ്പോഴേക്കും ഷാ ഖുർആൻ ഏറെക്കുറെ മനഃപ്പാഠമാക്കി കഴിഞ്ഞിരുന്നു. ഇത് മകനെക്കുറിച്ച് മാതാപിതാക്കളുടെ പ്രതീക്ഷ ആവോളം ഉയർത്തുകയും ചെയ്തു. വരും കാലങ്ങളിൽ ഇറാന്റെ മതസാമൂഹിക മേഖലകളിൽ നിർണായക പങ്കുവഹിക്കാൻ കരുത്തുള്ളവനായി മകൻ മാറുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. എന്നാൽ ക്രിസ്തു എന്തായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരുന്നത് എന്ന് അപ്പോൾ അവരാരും മനസ്സിലാക്കിയിരുന്നില്ല. സർവേ എഞ്ചിനീയർ ആയിട്ടായിരുന്നു ഷാ കരിയർ ആരംഭിച്ചത്. ഇറാനിലെ മികച്ച 10 എഞ്ചിനീയർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. കൊട്ടാരത്തിലെ മോശയെയും മരുഭൂമിയിലെ മോശയും പോലെയുള്ള ജീവിതമായിരുന്നു തൻ്റേത് എന്നാണ് പോയ കാലത്തെക്കുറിച്ച് അദ്ദേഹം താരതമ്യപ്പെടുത്തുന്നത്. നോമ്പെടുക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിം വിശ്വാസിയായിരുന്നു അന്ന് അദ്ദേഹം. അതുപോലെ 500ഓളം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ക്രൈസ്തവരെ ഇറാനിൽ അശുദ്ധരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അവിശ്വാസികൾ എന്നാണ് സർക്കാർ അവരെ വിശേഷിപ്പിച്ചിരുന്നത്. 5 മുതൽ 10 വർഷം വരെ ജയിൽ ശിക്ഷയും ക്രൈസ്തവർക്ക് വിധിച്ചിരുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിം ക്രിസ്ത്യാനിയായാൽ 13 വർഷം വരെയായിരുന്നു ജയിൽ ശിക്ഷ വിധിച്ചിരുന്നത്. പെട്രോ കെമിക്കൽ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സമയമാണ് അത് സംഭവിച്ചത്. ആ പ്രദേശത്ത് മറ്റു ചില സൈനികരെ കണ്ടെത്തിയപ്പോൾ അവർ ഇസ്രായേൽക്കാരോ അമേരിക്കക്കാരോ ആണെന്നും അവരുമായി ഷാ അഹമ്മദിക്ക് ബന്ധമുണ്ട് എന്നും സർക്കാർ സംശയിച്ചു. ഇസ്രായേൽ എന്ന പേര് ബൈബിൾ പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും പരാമർശിക്കുന്നത് കുറ്റകരമായിരുന്ന സാഹചര്യത്തിൽ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് മനസ്സിലാക്കിയ ഷാ കുടുംബാംഗങ്ങളോട് പോലും യാത്ര പറയാതെ ഇറാൻ വിടുകയായിരുന്നു. ഇറാനും തുർക്കിക്കും ഇടയിലുള്ള മല കടന്ന് നിയമവിരുദ്ധമായിട്ടായിരുന്നു ആ പലായനം. പിടികൂടിയാൽ വധശിക്ഷയായിരുന്നു ഫലം. അപ്പോഴും താൻ ജീവനോടെ രക്ഷപ്പെടുമോ എന്ന് ഷായ്ക്ക് അറിയില്ലായിരുന്നു, എങ്ങോട്ടാണ് പോകുന്നത് എന്നും. തുർക്കിയും അത്ര സുരക്ഷിതമല്ലായിരുന്നു. കാരണം തുർക്കിയിലും ഇറാന്റെ ഏജന്റുമാരുണ്ടായിരുന്നു. സഹായിക്കാൻ എത്തുന്നവരെ പോലും ഇറാന്റെ ഏജന്റുമാരാണോ എന്ന് സംശയിക്കേണ്ടി വരുന്ന സാഹചര്യം. വളരെ അസ്വസ്ഥജനകമായ ജീവിതമായിരുന്നു അത്. ആ കാലത്താണ് ഷാ ആദ്യമായി പുകവലി ആരംഭിച്ചത്. 8 വയസ്സു മുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതാണ്, എന്നിട്ടും നീ ഇപ്പോൾ എവിടെയാണ്? ഞാൻ പഠിച്ചതൊന്നും എന്നെ സഹായിക്കുന്നില്ലല്ലോ. ഇതായിരുന്നു താൻ അതുവരെ പഠിച്ച മതവിശ്വാസങ്ങളോടുള്ള ഷായുടെ കലഹം. തുർക്കിയിൽ നിന്നും പിന്നെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ എത്തിച്ചേർന്നു. ഇംഗ്ലണ്ടിൽ എത്തിയതോടെ അദ്ദേഹത്തിന്റെ ജീവിതം സംഭവ ബഹുലമായി. പുകവലിയിൽ നിന്നും മദ്യപാനത്തിലേക്കും അവിടെ നിന്ന് നിശാ പാർട്ടികളിലേക്കും ജീവിതം വഴിമാറി. ജീവിതം തകരുന്ന കപ്പലാണെന്ന് തോന്നി. തന്റെ സംശയങ്ങൾക്കൊന്നും ഉത്തരമില്ല. ഈ സമയത്താണ് ഒരു പാസ്റ്റർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ചോദിച്ചത്, യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? താനൊരു പാപിയാണെന്ന് മാത്രമേ അപ്പോഴും ഷായ്ക്ക് അറിയാമായിരുന്നുള്ളൂ. താൻ പഠിച്ചിരുന്നത് നല്ലതു ചെയ്താൽ ദൈവം നിന്നെ സ്നേഹിക്കും, മോശം ചെയ്താൽ ദൈവം നിന്നെ വെറുക്കും എന്നായിരുന്നു. ഇവിടെ അതിന് വിരുദ്ധമായിട്ടാണ് പറയുന്നതെന്ന് ഷായ്ക്ക് തോന്നി. സ്വയം പാപിയായിരുന്നിട്ടും ദൈവം തന്നെ സ്നേഹിക്കുന്നു. അത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത വികാരമായിരുന്നു.
പാപിയായിരുന്നിട്ടും യേശു തന്നെ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ആ നിമിഷങ്ങളിൽ അദ്ദേഹം കരഞ്ഞുപോയി. യേശു നിന്നെ വിളിക്കുന്നുവെന്ന് പാസ്റ്റർ പറഞ്ഞപ്പോൾ ആ ക്ഷണത്തിന് പുറംതിരിഞ്ഞു നിൽക്കാനാണ് ഷാ ആദ്യം ശ്രമിച്ചത്. ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ആ ക്ഷണം അദ്ദേഹം അവഗണിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ അത്തവണത്തെ ക്രിസ്തുമസിന് ഒരു സുഹൃത്ത് ഷായെ പള്ളിയിൽ പോകാൻ ക്ഷണിച്ചു. ആ സുഹൃത്ത് ഒരു ആജ്ഞേയവാദിയായിരുന്നു. എന്നിട്ടും എന്തിനാണ് അയാൾ പള്ളിയിൽ പോകുന്നതെന്ന കാര്യം ഷായ്ക്ക് പിടികിട്ടിയില്ല. ക്രൈസ്തവ ദേവാലയത്തിൽ തുറന്ന മനസ്സോടെയല്ല ഷാ അന്ന് പോയത്. അവിടെ നടന്ന ആരാധനയിൽ തുടക്കത്തിൽ വളരെ പരിഹാസത്തോടെയാണ് പങ്കുചേർന്നത്. പക്ഷേ അതിശയകരമെന്ന് പറയട്ടെ, ദൈവസാന്നിധ്യം ഷായ്ക്ക് അനുഭവപ്പെട്ടു. ദൈവസാന്നിധ്യം തൻ്റെ മേൽ വന്നു നിറയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. മുൻപൊരിക്കലും ലഭിക്കാത്ത അനുഭവം. ദൈവസാന്നിധ്യം മഴ പോലെ പെയ്യുന്ന അനുഭവം. ആ മഴയിൽ ഷാ നനഞ്ഞു. ഇതുപോലെയുള്ള അനുഭവം ഒരിക്കൽ കൂടി എനിക്ക് തരുമോ എന്ന് അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു. രണ്ടാമതും സമാനമായ അനുഭവം അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ ഷാ വാവിട്ട് നിലവിളിച്ചു. ആ നിമിഷം മുതൽ ഷായുടെ ജീവിതം മാറിമറിയുകയായിരുന്നു. അടുത്ത 8 മാസം ഖുറാനും ബൈബിളും തമ്മിലുള്ള താരതമ്യ പഠനത്തിനായിട്ടാണ് ഷാ നീക്കിവെച്ചത്. യേശുവിനെ പിന്തുടരാനും അവിടത്തേക്ക് വേണ്ടി ജീവിക്കുവാനും അവിടുത്തെ സുവിശേഷം ലോകത്തോട് മുഴുവൻ പറയാനുമായി തയ്യാറാകത്തക്ക വിധം ക്രിസ്തുവുമായി ഷാ പ്രണയത്തിലാവുകയായിരുന്നു. ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കും തോറും, ക്രിസ്തുവിനെ മനസ്സിലാക്കും തോറും ആ പ്രണയബന്ധം അടരുവാൻ കഴിയാത്ത വിധത്തിൽ വളർന്നു തുടങ്ങുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ഷാ വളരെ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. താൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മൃതദേഹം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയം ശവപ്പെട്ടിക്കുള്ളിൽ കഴിയുകയായിരുന്ന ഷാ ഒരു ശബ്ദം കേട്ടു. നീ മരിച്ചുപോയതായിരുന്നു, പക്ഷേ ഇപ്പോൾ നിനക്ക് ജീവനുണ്ട്. വെളിച്ചം നിറഞ്ഞ കുരിശ് അദ്ദേഹം കണ്ടു. ശവപേടകം ആരോ ആ വെളിച്ചത്തിലേക്ക് തള്ളിവിടുന്നതായും. അന്ന് ഉറക്കമുണർന്ന പ്രഭാതത്തിലാണ് അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ യേശുവിനായി സമർപ്പിച്ചത്. ക്രിസ്തു ദൈവമാണെന്ന ആഴമേറിയ ബോധ്യത്തിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അന്നു മുതൽ പരിവർത്തിക്കപ്പെട്ടത്. സ്വന്തം കുടുംബവുമായി ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിൽ കഴിയേണ്ടി വന്ന ഒരു കാലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ കുരിശു വഹിക്കാതെ നിവൃത്തിയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഷാ ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ ബന്ധുക്കൾ അറസ്റ്റ് വരിക്കുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. വർഷങ്ങൾക്കു ശേഷമായിരുന്നു കുടുംബാംഗങ്ങളുമായുള്ള പുനഃസമാഗമം. ഷായുടെ കുടുംബത്തിലെ 8 പേർ ക്രൈസ്തവരായി. സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഇറാനിൽ അവർ ആയിരിക്കുമ്പോൾ വ്യത്യസ്ത സമയങ്ങളിലാണ് യേശു അവർക്ക് ഓരോരുത്തർക്കും പ്രത്യക്ഷപ്പെട്ടത്. 2016 ഷായുടെ മാതാപിതാക്കളും ബന്ധുക്കളും ഉൾപ്പെടെ 20 പേർ തുർക്കിയിലേക്ക് വന്നു. തന്റെ മകനെ കൊന്നവരോട് ക്ഷമിച്ചുകൊണ്ടുള്ള ഒരു പാസ്റ്ററുടെ പ്രസംഗമാണ് ഷായുടെ പിതാവിനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് കുടുംബാംഗങ്ങൾ ഇറാനിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇന്ന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ബന്ധുക്കളും ക്രിസ്തുവിന്റെ വഴിയെയാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് യേശു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അറിയിച്ചത് അന്നുവരെ സംശയാലുവായി നിലകൊണ്ടിരുന്ന ഷായുടെ സഹോദരിയെ ക്രിസ്തു അനുയായിയായി മാറ്റുകയായിരുന്നു. ഇറാനിലേക്ക് സുവിശേഷ പ്രഘോഷണവുമായി പോകാൻ അധികമാരും തയ്യാറല്ല. മാത്രവുമല്ല, അവിടെ നേരിട്ടുള്ള സുവിശേഷ പ്രഘോഷണത്തിന് പരിമിതികളുമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാവരെയും തൻ്റെ മക്കളായി കാണുന്ന സ്വർഗീയ പിതാവിന് അവരെ തന്നിലേക്ക് അടുപ്പിക്കാനും അവരെ സ്വന്തമാക്കാനും സ്വപ്ന ദർശനങ്ങളല്ലാതെ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് ക്രിസ്തു ഇറാനിലെ മുസ്ലിമുകൾക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് ഷാ വിശ്വസിക്കുന്നത്. മാത്രവുമല്ല, ബൈബിളിൽ നിരവധിയായ സ്വപ്ന ദർശനങ്ങൾ കാണപ്പെടുന്നുമുണ്ടല്ലോ. അതുകൊണ്ട് നാം അവയെ എന്തിന് അവിശ്വസിക്കണം? ഇന്ന് അമേരിക്കയിൽ ജീവിച്ചുകൊണ്ട് ഇറാൻ എലൈവ് മിനിസ്ട്രിയിലൂടെ സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഷാ അഹമ്മദി. ഇറാനിലേക്ക് സുവിശേഷം എത്തിക്കുന്നതിൽ ഈ മിനിസ്ട്രി വഹിക്കുന്ന പങ്ക് നിസ്തുലവുമാണ്.